அக்ரிகல்ச்சர் ரிலேட்டட் ஆயிட்டுள்ள ஒரு எக்ஸ்போ ഇവിടെ கோயம்புத்தூர் நடக்குന്നുണ്ട്. வணக்கம், என் பேர் ஆனந்த். நான் வந்து சார்பிட கம்பெனியில் ஒர்க் பண்ணிட்டு இருக்கேன். நம்ம வாங்க நம்மளுடைய ப்ராடக்ட்ஸ் பத்தி பார்ப்போம். ഇത് സ്ഥിരമായി കൊടുത്താൽ പശുവിന് പാല് കൂടുതൽ ലഭിക്കുമെന്നാണ് ഇവർ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. പൂക്കുളത്തൽ അഗ്രി ഫാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് നമ്മുടെ ചാനലിൽ ഇടാൻ പോകുന്ന വീഡിയോ ഒരു എക്സ്പോ ആണ്. അത് അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോ ഇവിടെ കോയമ്പത്തൂർ നടക്കുന്നുണ്ട്. അപ്പം ഞാനും പപ്പയും അമ്മയും ഇവിടെ കോയമ്പത്തൂർ എത്തിയിട്ടാണുള്ളത്. ഇന്ന് രാവിലെ എത്തി. അതിന്റെ അകത്ത് കയറിയിട്ട് ഞാൻ എക്സ്പോന്റെ കാഴ്ചകളൊപ്പം നിങ്ങളെ കാണിക്കുന്നതാണ്. ഗൈസ്, ഈ എക്സ്പോന്റെ പാർക്കിംഗ് ആണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. അത്രയ്ക്ക് ആള് വന്നിട്ടുണ്ട് ഇത് കാണാൻ വേണ്ടി. ഗൈസ്, ഈ ബസ്സും നമ്മുടെ നാട്ടിൽ നിന്ന് വന്നെയാണ് ഈ പരിപാടി കാണാൻ വേണ്ടി. ഗൈസ്, ഇതാണ് ഇതിന്റെ എൻട്രൻസ്. അഗ്രി ഇൻഡെക്സ് 2025 എന്ന് ഫ്രണ്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അകത്തേക്ക് കയറിയിട്ട് ബാക്കി പരിപാടി നമുക്ക് നോക്കാം. ഗൈസ്, കയറുന്ന എല്ലാവർക്കും ഓരോ ഫോം ഇവർ കൊടുക്കുന്നുണ്ട്. അത് ഫില്ല് ചെയ്ത് ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. ഞാനിപ്പം എൻ്റെ ഫോം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ അകത്ത് കയറിയിട്ട് ബാക്കി കാഴ്ചകൾ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇനി ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ വേണ്ടി. ഞാനപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. 3 പേർക്ക് ചേർന്ന് 150 രൂപയാണ് ആയിട്ടുള്ളത്. ഗൈസ്, അപ്പോൾ ഈ നടന്നു പോകുന്നവരെല്ലാം ഈ എക്സ്പോ കണ്ടു കഴിഞ്ഞ് എക്സിറ്റിലേക്ക് പോകുന്നവരാണ്. അത് ഇവരെല്ലാം പുറത്തേക്ക് പോകുന്നവരാണ് മൊത്തം. ആ സൈഡിലും അഗ്രി ഇൻഡെക്സ് 2025 എന്ന് എഴുതിയിട്ടുണ്ട്. വെൽക്കംസ് യു എന്ന് പറഞ്ഞിട്ട്. ഗൈസ്, ടിക്കറ്റ് കാണിച്ച് അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ മരങ്ങളും നല്ല കാറ്റും ഭയങ്കര എക്കോ ഫ്രണ്ട്ലിയാണ്. അപ്പം ഇവിടെ കോയമ്പത്തൂരാണെങ്കിൽ നല്ല ചൂടും. ആ ചൂടിന് ഈ കാറ്റ് വരുമ്പോൾ നല്ലൊരു സുഖമുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പം ഇതാണ് മെയിൻ എൻട്രൻസ്. അഗ്രി ഇൻഡെക്സ് 2025 എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് ഓട്ടോമാറ്റിക് ഡ്രിപ്പ്. ഇത് നമ്മളൊരു സമയം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നിശ്ചിത സമയത്ത് തന്നെ വെള്ളം ഡ്രോപ്പ് ആയിക്കോളും. ഈ കാണുന്നത് അതിൻ്റെ മറ്റ് കൺട്രോളറാണ്. അത് താഴെ എഴുതിയിട്ടുണ്ട് ഫ്ലോടെക്, ഓട്ടോ ഡ്രിപ്പ്, കൺട്രോളർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പമ്പ്, റിലേ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെയാണിത്. ഗൈസ്, ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ടൈമിലി വാട്ടറിങ്, 0 ലേബർ, മാക്സിമം ഈൽഡ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട്. ഗൈസ്, ഇവിടെ നമുക്ക് ഡ്രിപ്പിന്റെ കുറെ കളക്ഷൻസ് ഉണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രിപ്പുകൾ നമുക്ക് വാങ്ങാം. ഈ ഒരു സൈഡിൽ നിന്ന് ആ അങ്ങേ അറ്റം വരെ ഓരോ വെറൈറ്റീസ് ഓഫ് ഡ്രിപ്പാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനം നമുക്ക് വാങ്ങാം. ഗൈസ്, ഇതൊരു കിടിലം മെഷീനാണ്. നമുക്കിത് കാണുമ്പം ഇതിന്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു വീഡിയോ കാണിക്കാം. ആ വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഈ മെഷീൻ കൊണ്ടുള്ള ഗുണം എന്താണെന്ന്. ഗൈസ്, ഈ മെഷീനറീസ് എല്ലാം നമുക്ക് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരും ഈ സാധനങ്ങളെല്ലാം. ഈ മെഷീൻ കൊണ്ടുള്ള ഗുണം നമുക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഗൈസ്, നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. வணக்கம், என் பேர் ஆனந்த். நான் வந்து சார்பிட கம்பெனியில் ஒர்க் பண்ணிட்டு இருக்கேன். நம்ம வாங்க நம்மளோட ப்ராடக்ட்ஸ் பத்தி பார்ப்போம்.
நம்ம வந்து சாஃப்ட்வேர் வந்து ஒரு நாள் வந்து நம்ம ஹோண்டா இன்ஜின்ஸ் யூஸ் பண்ணாம இருந்தோம். இப்போ வந்து நம்ம ஹோண்டா இன்ஜின் சீரீஸ்ல நம்ம கொண்டு வந்திருக்கோம். வந்து பாத்துக்கிட்டீங்கன்னா இந்த இன்ஜின் வந்து 6 HP ஹோண்டா இன்ஜின் வரும். இது வந்து ஃபுல் அண்ட் ஃபுல் நம்ம மேட் இன் இந்தியா, நம்மளுடைய ஓன் மேனுஃபேக்சரிங்ல இதை நம்ம பண்ணியிருக்கோம். நம்மள்ட்ட வீடர்ஸ் மட்டும் இல்ல, அதை தவிர மீதி ப்ராடக்ட்ஸும் இருக்கும். அது என்னென்ன ப்ராடக்ட்ஸ் பாத்தீங்கன்னா, நம்மள்ட்ட வந்து வாட்டர் பம்ப் இருக்கு, வாட்டர் பம்ப்ஸ் இருக்கு, எர்த்தாகர்ஸ் இருக்கு, பிரஷ் கட்டர்ஸும் நம்ம நிறைய வேரியன்ஸ்ல கொடுத்துட்டு இருக்கோம். இதுலயே வந்து பாத்தீங்கன்னா எலக்ட்ரிக் பிரஷ் கட்டர்ன்றது வந்து நம்மளுடைய ரொம்ப யூனிக்கான ப்ராடக்ட்ல வந்து இந்த எலக்ட்ரிக் பிரஷ் கட்டரும் வரும். இந்த பிரஷ் கட்டர்ஸ் மட்டும் இல்லாம நம்ம கிட்ட வந்து பாத்தீங்கன்னா ஸ்ப்ரேயர்ஸும் எல்லாமே அவைலபிலிட்டி இருக்கு. 12 லிட்டரா இருக்கட்டும், 16 லிட்டரா இருக்கட்டும், 20 லிட்டரா இருக்கட்டும், பவர் ஸ்ப்ரேயரா இருக்கட்டும், மிஸ்ட் ப்ளேயர்ஸ், இந்த மாதிரி എല്ലാ വെറൈറ്റീസും നമുക്ക് അവൈലബിൾ ഇருக்கு. ഗൈസ്, ഈ വീഡിയോയിൽ കാണുന്ന മെഷീൻ ശരിക്കും ഈ നെൽകൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരപ്രദമായ ഒരു മെഷീനാണിത്. കാരണം അവർക്കാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉപകാരം ഉണ്ടാവുക. മാത്രമല്ല ഈ മെഷീനൊക്കെ നമുക്ക് സബ്സിഡിയും ലഭിക്കുന്നതാണ്. നിങ്ങൾ വീഡിയോയിൽ കണ്ട 2 മെഷീൻസ് ആണിത്. ഇവരുടെ തന്നെ മറ്റ് മെഷീൻസ് ആണ് ഈ ബാക്കിയുള്ളതൊക്കെ. ഇവർക്ക് കുറേ മെഷീൻസ് ഉണ്ട്. ഗൈസ്, ഇതൊരു ജപ്പാൻ മാനുഫാക്ചറിങ് കമ്പനിയുടെ പ്രൊഡക്ട്സ് ആണ്. പുല്ല് വയ്ക്കുന്ന മെഷീൻ, മരം മുറിക്കുന്നത്, പിന്നെ മണ്ണ് കുഴിക്കുന്നത്, അങ്ങനെ നിരവധി സാധനങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ വീഡിയോയിൽ കാണാം. ഒരു ജപ്പാൻകാരൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഗൈസ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിരവധി ഈ കട്ടർ, ടൂൾസ്, അതായത് നമ്മൾ പുല്ലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന കത്തി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ ഒരു സെക്ഷൻ മുഴുവൻ ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ്. ഇപ്പൊ ഈ സ്റ്റാളിലാണെങ്കിൽ തന്നെ നിരവധി കത്തികളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഈ ഫ്രൂട്ട്സ് മുറിക്കുന്നത്, അങ്ങനെ നിരവധി എല്ലാ തരം കത്തികളും ഈ ഒരു സെക്ഷനിൽ മുഴുവനായിട്ടുണ്ട്. ഗൈസ്, അവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പുറത്തിറങ്ങി ഇനി ഈ മൃഗങ്ങളുടെയൊക്കെ കാഴ്ചകളാണെന്നാണ് തോന്നുന്നത്. ഗൈസ്, ഈ വൈറ്റ് മലബാറി കേരള ബ്രീഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്, തലശ്ശേരി. പിന്നെ ആ ബ്രൗണ് രാജസ്ഥാൻ ബ്രീഡുമാണ്. ഈ ബ്രീഡിന്റെ പേര് ബോയർ എന്നാണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളൊരു ബ്രീഡാണ്. വേഗത്തിലുള്ള വളർച്ച, ഭാരക്കൂടുതൽ, ഇവയൊക്കെ ഈ ബ്രീഡിന്റെ ഒരു പ്രത്യേകതയാണ്. ഗൈസ്, ഈ ഇനത്തിൽപ്പെട്ട പശുവിന്റെ പേര് കാങ്കയം എന്നാണ്. ഈ കാങ്കയം പശുക്കളെ കൂടുതലായി ഉപയോഗിക്കുന്നത് കൃഷി ആവശ്യങ്ങൾക്കാണ്. അതുപോലെ തന്നെ ഈ കാങ്കയം പശുക്കൾ കൂടുതലായി കണ്ടുവരുന്നതും തമിഴ്നാട്ടിൽ നിന്ന് മാത്രമാണ്. കാൻഗ്രേജ് എന്ന ഇനത്തിൽപ്പെട്ട പശുവാണിത്. ഇവ കൂടുതൽ കണ്ടുവരുന്നത് ഗുജറാത്തിലാണ്. ഇവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാളകളെ ഉപയോഗിച്ചുള്ള ജോലികൾക്കെല്ലാം ഇവയും ഉപയോഗിക്കാറുണ്ട്. അടുത്ത ഇനം ജേഴ്സിയാണ്. ഈ ജേഴ്സി പശുക്കളുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ല കൊഴുപ്പുള്ള പാല് ലഭിക്കുന്നത് ഈ ജേഴ്സി പശുക്കളിൽ നിന്നാണ്. ഇവയിൽ നിന്നാണ് ഈ ചീസും ബട്ടറൊക്കെ കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഗിർ എന്നാണ് ഈ ഇനത്തിന്റെ പേര്. ഈ ഇനത്തിൽപ്പെട്ട പശുക്കള് പാലിനായി തന്നെയാണ് കൂടുതലായി വളർത്തുന്നത്. പിന്നെ ഈ ഒരു പശുവിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, രോഗങ്ങൾ, ഇതിനൊക്കെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവ് ഈ ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് ഉണ്ട്. ഗൈസ്, ഈ സൈലേജ് ഫുഡായിട്ട് നമ്മുടെ പശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവും നല്ല പാലും നമുക്ക് ലഭിക്കുന്നതാണ്. ഗൈസ്, ഇനി അങ്ങോട്ട് ചെടികളുടെ സെക്ഷനാണ്. എല്ലാത്തരം ചെടികളും ഇവിടെ ഉണ്ട്. അതായത് റോസ്, വിങ്ക, ജമന്തി, അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അങ്ങോട്ട് പ്ലാന്റ്സ്, തെങ്ങിൻ തൈ, ഫ്രൂട്ട്സ്, അങ്ങനെ എല്ലാത്തരം പ്ലാന്റ്സും എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ എക്സ്പോയില്. ഗൈസ്, ഈ സെക്ഷൻ മുഴുവൻ ഈ വിത്തുകളാണ്. എല്ലാത്തരം വിത്തുകളും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അപ്പം ഇതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മുടെ എക്സ്പോയില്. ഗൈസ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ബൈ.